നമസ്കാരം, എല്ലാവർക്കും PSC മെന്ററിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. LDC പരീക്ഷയ്ക്ക് നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട 25 ടോപ്പിക്കുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് ആണ് ഈ സീരീസിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ മനസ്സിലാക്കി ആ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്, ടോപ്പിക് ഏതാണെന്ന് പറഞ്ഞു തരിക മാത്രമല്ല അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സും ഒപ്പം തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷനും കൂടിയാണ് നമ്മൾ ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ, LDCക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇനി പഠിച്ചാലും മതി, നമുക്ക് LDC ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. അതിന് എന്ത് വേണം? കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പഠിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സീരീസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്ന ഭാഗമാണ് കവർ ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഭൂമിശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്? ഒന്ന്, എന്താണ് അന്തരീക്ഷം, എന്തിനു വേണ്ടിയിട്ടാണ് അന്തരീക്ഷം ഉള്ളത് എന്നുള്ളത് നിങ്ങളൊന്നറിയണം. അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കും. ഓക്കെ, ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഓരോ ഘടകങ്ങൾക്കും അതിൻ്റെതായ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരത് നിലനിൽക്കുന്നത് കൊണ്ട് ചില മാറ്റങ്ങൾ അതിനനുസരിച്ച് അവിടെ സംഭവിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. അടുത്തത്, അന്തരീക്ഷത്തിന്റെ ഘടന അറിയണം. ഘടകങ്ങളെ നോക്കി അതേപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ ഘടന, പല ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ എന്ന് നമ്മൾ പറയും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഈ ടോപ്പിക്സിനെ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭൂമിയെ ആവരണം ചെയ്ത് നിൽക്കുന്ന ഒരു പുതപ്പാണ് എന്ത് എന്ന് പറയുന്നത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ പ്രധാനമായി എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? വാതകങ്ങൾ, അതായത് ഗ്യാസുകൾ ഉണ്ട്. ജലാംശം, ജലാംശം എന്ന് വെച്ചാൽ വാട്ടർ വേപ്പറിന്റെ പ്രസൻസ്, വാട്ടർ വേപ്പർ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തുണ്ട്? പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് അന്തരീക്ഷത്തിൽ കണ്ടുവരുന്നത്. ഏതൊക്കെയാണ്? ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ പറഞ്ഞിട്ടുള്ളതാണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കണം. വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ, ഇത് മൂന്നും കൂടി ചേർന്നാണ് ശരിക്കും ഈ അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിനെയെല്ലാം തന്നെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത്, അതായത് ഭൂമിയിൽ നിന്ന് ഇത്ര കിലോമീറ്റർ വരെയാണല്ലോ അന്തരീക്ഷം എന്ന് പറയുന്നത് ഉള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ അന്തരീക്ഷം അല്ലെങ്കിൽ ഈ പുതപ്പങ്ങ് ഇല്ലാതെയാകും. അപ്പൊ ഈ ഭൂമിയോട് ചേർന്ന് ഈ പുതപ്പിനെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? അതാണ് എന്തെന്ന് പറയുന്നത്? ഭൂഗുരുത്വം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? വാതകങ്ങളെയും ജലാംശത്തെയും പൊടിപടലങ്ങളെയും ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത്. ചിലപ്പോൾ നിങ്ങൾ രസകരമായിട്ടെങ്കിലും ഈ ഒരു ചോദ്യം കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ഭൂമിക്ക് ഗ്രാവിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഗ്രാവിറ്റി ഇല്ലെങ്കിൽ എന്താണ്? അവിടെ പിന്നെ അന്തരീക്ഷം ഉണ്ടാകില്ല. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ് ഭൂമി ഇങ്ങനെ പിടിച്ചു നിർത്താൻ അവിടെ ആരും ഉണ്ടാകില്ല. അപ്പോൾ എന്താണ്? നമുക്കിവിടെ ജീവിക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല. അന്തരീക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. സോ നോ ഗ്രാവിറ്റി മീൻസ് നോ അറ്റ്മോസ്ഫിയർ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നിങ്ങൾ SCERT പുസ്തകങ്ങൾ വായിക്കുകയും ഈ പാഠഭാഗം പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. അന്തരീക്ഷത്തിലെ ജലാംശത്തെ കുറിച്ചും വാതകങ്ങളെ കുറിച്ചും പൊടിപടലങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞല്ലോ. ഇവ ഓരോന്നിനെ കുറിച്ചും നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ അന്തരീക്ഷ വാതകങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വാതകങ്ങളും അതിന്റെ വ്യാപ്തവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ SCERT പുസ്തകത്തിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ളതാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണത്? നൈട്രജൻ ആണ്. എത്ര ശതമാനമുണ്ട്? 78%, അല്ലെങ്കിൽ 78% മേലെ നിൽക്കുന്നതാണ് നൈട്രജൻ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം. 78% മേലെയുള്ളത് എന്താണ്? നൈട്രജൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാണ്? ഓക്സിജൻ. ഓക്സിജൻ ആണ് വരുന്നത്. പലരും തെറ്റിക്കുന്നത് എന്താണ്? എല്ലാവരും കരുതും ഓക്സിജൻ ആണ് കൂടുതലുള്ളത്, രണ്ടാമത് ചിലപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് കരുതും. അല്ല, പകരം ഏതാണ്? നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. 78%, ഓക്സിജൻ 20% മേലെയും നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റൺ, ഹൈഡ്രജൻ, സെനോൺ, ഇങ്ങനെ പല വാതകങ്ങളെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും കുറവ് അളവിൽ കാണുന്ന വാതകങ്ങളിൽ ഒന്നാണ് സെനോൺ എന്ന് പറയുന്നത്. നിങ്ങൾ അത് ഓർത്തില്ലെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ഓർത്തിരിക്കണം, നൈട്രജനും ഓക്സിജനും.
പിന്നെ വരുന്നത് ഏതാണ്? ആർഗൺ. ആർഗണിനും താഴെയാണ് ആര് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. 4ാം സ്ഥാനത്ത് മാത്രമേ ആരുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക. ഇതും നിങ്ങളുടെ SCERT കൊടുത്തിരിക്കുന്ന ഒരു പൈ ചാർട്ടാണ്. നോക്കിക്കേ, 78% നൈട്രജൻ വരുന്നു, അതിനുശേഷമാണ് ഓക്സിജൻ വരുന്നത്, പിന്നെ ബാക്കി മറ്റ് വാതകങ്ങളെല്ലാം കൂടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണുള്ളത്. അപ്പം അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ ഒരു ശതമാന നില എത്രയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അന്തരീക്ഷത്തിലെ വാതകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഈ പ്രധാന വാതകങ്ങളെല്ലാം തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവന്റെ നിലനിൽപ്പിന് സഹായിക്കുന്നവയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് നിങ്ങൾക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് അല്ലെ, ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇതുവഴിയാണ് എന്ത് സംഭവിക്കുന്നത്? പ്ലാന്റ്സ് അതിനു വേണ്ടുന്ന എനർജി, ആഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. ഫോട്ടോസിന്തസിസിൽ എന്താണ് സംഭവിക്കുന്നത്? പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻടേക്ക് ചെയ്യും. എന്ത് ചെയ്യും? അവർ എടുത്തിട്ട്, ഇവിടെ എന്താണ്, ഒരു ചെടിയുണ്ട് എന്നുള്ളത് വിചാരിക്കുക, ഒരു പൂവ് ചെടി ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായില്ലെങ്കിലും ഒന്ന് ഞാനിപ്പോൾ പറയാണ്, ഇതൊരു ചെടിയാണെന്ന് വിചാരിക്കുക. കാർബൺ ഡൈ ഓക്സൈഡിനെ അത് എടുത്തിട്ട് പകരം എന്ത് ചെയ്യും? ഇത് എന്തിനെ പുറത്തേക്ക് വിടും? ഓക്സിജനെ പുറത്തേക്ക് വിടും. ഫോട്ടോസിന്തസിസ് അവിടെ സംഭവിക്കുകയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇത് രണ്ടും അന്തരീക്ഷത്തിലുള്ള വാതകം തന്നെയാണോ? നമുക്ക് നിലനിൽക്കണമെങ്കിൽ, ജീവന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഓക്സിജൻ ആവശ്യമാണ്. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് ഇങ്ങനെ ചെയ്യുമെങ്കിലും ഇത് നേരെ തിരിച്ചാകും. എന്ത് സംഭവിക്കുമ്പം? അവർക്ക് റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് ഈ പ്രോസസ്സ് നേരെ തിരിച്ചാകും. അത് തന്നെയാണ് മനുഷ്യന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. മനുഷ്യൻ ഓക്സിജനെ ഉള്ളിലേക്ക് എടുത്തിട്ട്, മനുഷ്യനോ മൃഗങ്ങളോ എന്തും ആയിക്കോട്ടെ, ഓക്സിജനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. ഇതിനെന്താണ് അറ്റ്മോസ്ഫിയറിൽ ഇത്രയധികം പ്രാധാന്യം? എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം ഉള്ളത്? കാരണം നൈട്രജൻ സ്ഥിരീകരണം നടക്കുന്നുണ്ട് അല്ലെ. നൈട്രജൻ ഫിക്സേഷൻ എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കാറുണ്ട്. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പല പയർവർഗ്ഗങ്ങളുടെ ആ ചെടികളുടെയൊക്കെ വേര് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ നൊഡ്യൂളുകൾ, കുമിളകൾ പോലെ കാണാറുണ്ട്. ഇതാണ് എന്തിനു സഹായിക്കുന്നത്? നൈട്രേറ്റുകളായി നൈട്രജനെ മാറ്റപ്പെടുകയും നൈട്രജനെ സ്ഥിരീകരണം നടക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴും അല്ലാതെയൊക്കെ പഠിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ അന്തരീക്ഷത്തിലെ എല്ലാ വാതകങ്ങൾക്കും ജീവന്റെ നിലനിൽപ്പിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതേപോലെ തന്നെ ഓർത്തിരുന്നോണം. വാതകങ്ങൾ കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതാണ് ജലാംശം എന്ന് പറയുന്നത്. വാട്ടർ വേപ്പറിന്റെ പ്രസൻസ്. ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. അതായത് ഭൂമിയോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിലാണ് എന്ത്? ജലാംശം കൂടുതലായി കാണപ്പെടുന്നത്. ഉയരം കൂടി പോകും തോറും ജലാംശത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അന്തരീക്ഷത്തിലെ ജലത്തിന്റെ അളവിനെ ബാധിക്കുന്ന 2 ഘടകങ്ങളാണ് SCERT പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന് താപനില, ടെമ്പറേച്ചറും, രണ്ടാമത്തേത് ജലസ്രോതസ്സും, ഒരു വാട്ടർ സോഴ്സ് അവിടെ ഉണ്ടോ എന്നുള്ളത്. വെള്ളത്തിന്റെ ഒരു സോഴ്സ് ഇല്ലാത്തടത്ത് നിന്ന് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് ആവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോവോ? ഇല്ല. കടൽ പ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? വാട്ടർ വേപ്പർ കൂടുതലായിട്ട് ഫോം ചെയ്യും. കാരണം ഇവാപ്പറേഷൻ കൂടുതലായിട്ട് നടക്കും. അതേപോലെ താപനില നമുക്കറിയാം. നിങ്ങൾ ഒരു പാത്രം വെള്ളം നല്ല സൂര്യൻ എന്താ പറയുക നല്ല ചൂടുള്ള സമയത്ത് പുറത്തോട്ട് കൊണ്ട് വെച്ച് നോക്കാം. എന്താ സംഭവിക്കുക? പെട്ടെന്നത് അതിന്റെ അളവ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ നിങ്ങൾ രാത്രി സമയത്തോ അല്ലെങ്കിൽ അതിരാവിലെയോ ഇതുപോലൊരു പാത്രം കൊണ്ട് പുറത്ത് വെച്ചാൽ ഈ പറയുന്ന ഒരു സമയത്തിനുള്ളിൽ ആ ഒരു അളവിനകത്ത് വലിയ മാറ്റം വരത്തില്ല. താപനില കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇവാപ്പറേഷന്റെ റേറ്റ് കൂടും. അപ്പോൾ കൂടുതലായിട്ട് വാട്ടർ വേപ്പർ ആ ഒരു ഭാഗങ്ങളിൽ കണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഡൽഹിയും തിരുവനന്തപുരവും ഈ 2 ഭാഗങ്ങൾ എടുത്താൽ വാട്ടർ വേപ്പർ കൂടുതലായിട്ട് കാണുന്നത് ഏത് അന്തരീക്ഷത്തിലായിരിക്കും? ഏത് റീജിയനോട് ചേർന്നുള്ള അന്തരീക്ഷത്തിലായിരിക്കും? ഉറപ്പായും തിരുവനന്തപുരം. കാരണം എന്താണ്? തിരുവനന്തപുരം എന്താണ്? ഇങ്ങനെ ഒരു വാട്ടർ ബോഡിയോട് ചേർന്നാണ് കിടക്കുന്നത്. അതേസമയം ഡൽഹി എന്ന് പറയുന്നത് നമുക്കറിയാം ലാൻഡ്, ചുറ്റും ലാൻഡ് ആണ് വരുന്നത്. അത് ഡയറക്റ്റ് ഒരു വാട്ടർ സോഴ്സിലേക്ക് തുറക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ഒരു ജലസ്രോതസ്സിലേക്ക് അത് തുറക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ എന്താണ്? വാട്ടർ വേപ്പറിന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. അതേപോലെ തന്നെ ആണ് അടുത്ത ഈ കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്ന റീജിയൻസ് ഏതാണ്?
ട്രോപ്പിക്കൽ റീജിയൻസ് അല്ലെ, ഇക്വേറ്ററിനോട് ചേർന്ന് വരുന്ന, മധ്യാംശ രേഖയോട് ചേർന്ന് വരുന്ന റീജിയൻസിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ചൂട് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഈ റീജിയൻസിലൊക്കെ എന്തായിരിക്കും, വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ്, അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. പോളാർ റീജിയൻസിലേക്ക് പോകുമ്പോഴത്തേക്ക്, ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് കുറവായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ജലാംശത്തില്, അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ പ്രത്യേകതയെ കുറിച്ച്? അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ കുറിച്ചാണ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇത്രയും പൊടിപടലങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കും എന്താണ്, ഒരു പ്രത്യേക റോള് വഹിക്കാനായിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണ പ്രക്രിയ കൂടുതലായി നടക്കുന്നു. ഘനീകരണം എന്ന് വെച്ചാൽ എന്താണ്, കണ്ടൻസേഷൻ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഇവയെ ഘനീകരണ മർമ്മം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. വാട്ടർ വേപ്പർ, ജലാംശം എന്താണ്, ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പോകുന്നു. അവിടെ എന്തുണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ കാണുന്ന കണ്ടോ, ഇതുപോലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതെന്ത് ചെയ്യും, അതായത് അന്തരീക്ഷത്തിന് താങ്ങാൻ പറ്റുന്ന ജലാംശത്തിന്റെ ഒരു അളവുണ്ട്. അത് കഴിഞ്ഞും ജലാംശം കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് തിരിച്ച് വാട്ടർ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യപ്പെടും അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും നമ്മൾ അതായത് ഗ്യാസിൽ നിന്ന് തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ ഡ്രോപ്സ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യപ്പെടും. നോക്കിക്കേ, ഇവിടെ ഉണ്ടായിരുന്ന വാട്ടർ വേപ്പറിന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടോ? കാരണം എന്താ, അവർ വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ വാട്ടർ ഡ്രോപ്സ് എങ്ങനെയാ നിൽക്കുന്നത്, ഈ ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിളിനകത്ത് പോയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും. അവർക്ക് വെറുതെ എവിടെ നിൽക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും ഒന്ന് ഒട്ടി നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ അടുത്ത് പോയി നിൽക്കും. ഇതിന് ചുറ്റും പതിയെ എന്ത് സംഭവിക്കും, അവിടെ ഉണ്ടായിരുന്ന വാട്ടർ വേപ്പർ മൊത്തവും കുറഞ്ഞിട്ട് ഒരു വലിയ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് പോലെ അങ്ങ് മാറും. ആ ഡസ്റ്റ് ആയിരിക്കും നടുക്ക് നിൽക്കുന്നത്, അതിനെ ചുറ്റിപ്പറ്റി ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കൂടെ വരും. അതൊരു ക്ലൗഡ് ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള ഡ്രോപ്ലെറ്റുകൾ ചേർന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ മേഘം ഉണ്ടാകുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ മേഘങ്ങൾ, ഇത് ശരിക്കും നാസയുടെ ഒരു ഇമേജ് ആണ്, സദേൺ ഇന്ത്യൻ ഓഷന്റെ മേലെ നിന്നുള്ള ഒരു ഇമേജ് ആണ് കേട്ടോ. ക്ലൗഡ്സ് ഫോം ചെയ്തിരിക്കുന്ന കണ്ടോ, ഈ ഒരു രീതിയിലാണ്. അപ്പൊ ഇങ്ങനെയാണ് പൊടിപടലങ്ങൾ ക്ലൗഡ്സിന്റെ ഫോർമേഷന് സഹായിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ വാതകങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കി, ജലാംശത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കി, അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ വേണ്ടതിന്റെ അത്യാവശ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി. ഇനി ഈ അന്തരീക്ഷത്തിന്റെ മൊത്തത്തിലുള്ള സാന്നിധ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000-ഓളം കിലോമീറ്റർ വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് പറ്റും. ഭൂമിയുടെ മേലെ നിന്നും 10,000-ഓളം കിലോമീറ്റർ വരെ. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കണം. അതായത് 10,000-കണക്കിന് കിലോമീറ്റേഴ്സ് നീണ്ടു കിടക്കുന്നതാണ് ഈ ഒരു റീജിയൻസ് എന്ന് പറയുന്നത്. എന്നാൽ ടോട്ടൽ നമ്മൾ ഈ പറഞ്ഞ വാതകങ്ങളുടെ അന്തരീക്ഷ വായുവിന്റെ 97% കാണുന്നത് എത്ര കിലോമീറ്ററിലാണ്, 29 കിലോമീറ്റർ. അത് ഓർത്തിരിക്കണം. അതായത് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പവും കൂടുമല്ലേ, അതുപോലെ തന്നെ ചായയുടെ രുചിയും കൂടുന്നു അല്ലേ. ശരി, ഓക്കെ. അപ്പൊ അതേപോലെ ഉയരം കൂടുന്തോറും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് മൗണ്ടൻസ് ഒക്കെ കയറാൻ പോകുന്നവർക്ക് അല്ലെ, നമുക്ക് മൗണ്ട് എവറസ്റ്റ് ഒക്കെ കയറാൻ പോകും, അല്ലെങ്കിൽ അതുപോലെ പർവ്വതാരോഹണം ഒക്കെ നടത്തുന്നവരാണെങ്കിൽ അവർ ഓക്സിജൻ സിലിണ്ടറൂടെ ക്യാരി ചെയ്തുകൊണ്ട് പോകും. കാരണം എന്താണ്, കൂടുതൽ ഉയരങ്ങൾ കയറും തോറും അവർക്ക് വാതകങ്ങൾ കുറഞ്ഞു വരികയാണ്. പക്ഷെ നമ്മൾ ഇത്രയും ആയാസപ്പെട്ട് കയറുക, നമുക്ക് കൂടുതലായിട്ട് ഓക്സിജൻ നമ്മുടെ ലങ്സിന് വേണ്ടി വരും. അതുകൊണ്ടാണ് ഇവർക്കൊരു ഓക്സിജൻ സിലിണ്ടറും മറ്റുമൊക്കെ പലപ്പോഴും കൊണ്ടുപോകേണ്ടി വരുന്നത്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരുന്നോണെ. ഉയരം കൂടുന്തോറും അപ്പൊ എന്ത് സംഭവിക്കുന്നു, വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു, ഓർത്തിരിക്കുക. ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, എവിടെ നിന്നാണ് അന്തരീക്ഷത്തിലേക്ക് ഈ പൊടിപടലങ്ങൾ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് നോക്കണ്ടേ. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്ന പൊടിപടലങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എന്താണ്, അവിടെ നിന്ന് ഈ ലാവയായിട്ട് വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ ആഷസ്, ചാരം, ഡസ്റ്റ് പാർട്ടിക്കിൾസ് വളരെ ഉയരത്തിൽ പൊങ്ങി പോകാറുണ്ട്. ഇതും എങ്ങോട്ടാ പോകുന്നത്, അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ഉൽക്കകളൊക്കെ വരത്തില്ലേ, ഉൽക്കകളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ
ഡിസ്റ്റൻസ് കഴിയുമ്പോൾ അവർ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ കാരണം, ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഇവരെന്താണ് ചാരമായി മാറാനായിട്ട് തുടങ്ങും. ഇതിങ്ങനെ കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ട് പോകും. അങ്ങനെ വരുന്ന ഈ ചാരവും എന്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിട്ടൊക്കെ അന്തരീക്ഷത്തിൽ കാണപ്പെടാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ അന്തരീക്ഷത്തിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അന്തരീക്ഷ ഘടന എന്നുള്ളതാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ ഈ ഗ്യാസുകളുടെ, അതായത് വാതകങ്ങളുടെ കോമ്പോസിഷനകത്ത് വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. വാതക സംരചന ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും. ഈ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിനെ ബേസിക്കലി SCERT-യിൽ 2 രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഹോമോസ്ഫിയറും മറ്റൊന്ന് ഹെറ്ററോസ്ഫിയറും. ഈ 90 കിലോമീറ്റർ വരെ എന്താണ് സംഭവിക്കുന്നത്, വാതക സംരചനയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ 90 കിലോമീറ്ററിന് മേലെ പോകുമ്പോഴത്തേക്കും വാതക സംരചനയിൽ ഐകരൂപ്യമില്ല, അതായത് കോമ്പോസിഷനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെറ്ററോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ അന്തരീക്ഷത്തിനെ ഒന്നുകൂടെ ചെറിയ ചെറിയ ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ചെറിയ ലെയറുകൾ ആക്കുന്നതിന് ഇവിടെ മാനദണ്ഡമായിട്ട് എടുക്കുന്നത് എന്താണ്, താപനിലയും ഉയരവുമാണ്. താപനിലയും ഉയരവും അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിനെ പല ലെയറുകളായിട്ട് ഇനി തരംതിരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ SCERT-യിൽ കൊടുത്തിരിക്കുന്ന ചിത്രം തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ എന്തുണ്ട്, ട്രോപ്പോസ്ഫിയർ. ഏറ്റവും താഴത്തെ ലെയർ എന്ന് പറയുന്നത് ഏതാണ്, ട്രോപ്പോസ്ഫിയർ. അത് കഴിഞ്ഞാൽ എന്തുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്. അതിനും മേലെ എന്ത് വരുന്നു, മീസോസ്ഫിയർ ഉണ്ട്. അതിനും മേലെ ആര് വരുന്നു, തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇങ്ങനെ 4 ആയിട്ട് നമുക്ക് അന്തരീക്ഷത്തിന്റെ പാളികളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ട്രോപ്പോസ്ഫിയറിന്റെയും സ്ട്രാറ്റോസ്ഫിയറിന്റെ ഇടയ്ക്ക് ആരുണ്ട്, ട്രോപ്പോപോസ് ഉണ്ട്. അതായത് ഈ ആദ്യത്തെ ലെയർ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ അവസാനിക്കുകയും സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങുകയും ചെയ്യുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ അവസാനിക്കുന്ന ഭാഗം ട്രോപ്പോപോസ്. അങ്ങനെയാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ അവസാനിക്കുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പറയും, സ്ട്രാറ്റോപോസ് എന്ന് പറയും, സ്ട്രാറ്റോപോസ് എന്ന് പറയും. അപ്പോൾ മീസോസ്ഫിയർ അവസാനിക്കുന്ന ഭാഗത്തെ മീസോപോസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ആ പേരുകളൊന്ന് ഓർത്തിരുന്നോണം, ട്രോപ്പോപോസ്, സ്ട്രാറ്റോപോസ്, മീസോപോസ് എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ തെർമോസ്ഫിയർ, അതിന് മേലോട്ട് അടുത്ത് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ സ്പേസിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ തെർമോസ്ഫിയർ കടന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്താണ്, സ്പേസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു ഭാഗം വരെയാണ് ആരുള്ളത്, അറ്റ്മോസ്ഫിയർ ഉള്ളത്. അതിൽ തന്നെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏകദേശം 20 കിലോമീറ്റർ വരെയും ഏകദേശം 50 കിലോമീറ്റർ വരെ ആര് വരുന്നു, സ്ട്രാറ്റോസ്ഫിയർ വരുന്നു. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഏകദേശം ഒരു 80, 85, 90 കിലോമീറ്റർ വരെ ആര് വരുന്നു, മീസോസ്ഫിയർ വരുന്നു. അതിന് മേലോട്ട് വരുന്ന ഭാഗം തെർമോസ്ഫിയർ. ആ ഒരു ഭാഗം ഏകദേശം 120 കിലോമീറ്റർ വരെ തെർമോസ്ഫിയറും പോകുന്നു. അതിന് മേലോട്ടേക്ക് ആരാണ്, എക്സ്റ്റേണൽ സ്പേസ് ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു, ഈ മണ്ഡലങ്ങൾക്കിടയിൽ യഥാക്രമം ട്രോപ്പോപോസ് എന്നും സ്ട്രാറ്റോപോസ് എന്നും മീസോപോസ് എന്നും സംക്രമണ മേഖലകളുണ്ട്. സംക്രമണ മേഖലകൾ എന്നാണ് പറയുന്നത്. ഒരു ലെയർ അവസാനിച്ച് മറ്റേ ലെയർ തുടങ്ങുന്ന ആ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഓരോ ലെയേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ഏറ്റവും ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ഞാൻ തൊട്ടു മുന്നത്തെ ഇമേജിൽ ഏകദേശം 20 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, മധ്യരേഖാ പ്രദേശത്ത് എത്തുമ്പോൾ, അതായത് ഇക്വേറ്ററിനോട് ചേർന്ന് വരുമ്പോൾ ഇതിന്റെ ഉയരം എത്ര വരെ ആകുന്നുണ്ട്, 18 കിലോമീറ്റർ വരെയൊക്കെ പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇക്വേറ്ററിനോട് ചേർന്ന ഇവാപ്രേഷൻ, ബാഷ്പീകരണം കൂടുതലായിട്ട് സംഭവിക്കുകയാണ് അല്ലെ. ഇവാപ്രേഷൻ സംഭവിക്കുക, അവിടെ ചൂട് കൂടുതലായതൊക്കെ കൊണ്ട് തന്നെ ഇവിടുന്ന് ഗ്യാസസ് കൂടുതലായിട്ട് മുകളിലേക്ക് പോകും ആ ഒരു റീജിയനിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രോപ്പോസ്ഫിയർ നമ്മൾ വരച്ച് കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഉയരം കണക്കാക്കുന്നു, ഇത് 0 എന്ന് പറഞ്ഞെടുക്കുന്നു, ഇത് 10 എന്നിരിക്കട്ടെ, ഇവിടെ ഒരു 15, ഇവിടെ ഒരു 20 എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ലാറ്റിറ്റ്യൂഡ് എഴുതുന്നു. 0 ഡിഗ്രി ആണല്ലോ ഇവിടെ വരുന്നത്, ഇങ്ങോട്ടേക്ക് പോകുന്നു. ഈ 0 ഡിഗ്രിയിൽ എത്രയാണ്, 18 വരെയൊക്കെ ട്രോപ്പോസ്ഫിയർ പോകും. പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കുറഞ്ഞ് പിന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. ഒരു 13 കിലോമീറ്റർ വരെയൊക്കെ ബാക്കി ഭാഗങ്ങളിൽ പോകും. ഈ രീതിയിലായിരിക്കും ട്രോപ്പോസ്ഫിയറിന്റെ ഒരു രൂപം ഇങ്ങനെ ആയിരിക്കും വരുന്നത്.
മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ, അതായത് അന്തരീക്ഷത്തിലെ എല്ലാ പ്രഭാസങ്ങളും നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. മേഘരൂപീകരണം, മഴയും മഞ്ഞും കാറ്റും ഇടിമിന്നലും എല്ലാം ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയും എവിടെ നടക്കുന്നുണ്ട്? ട്രോപ്പോസ്ഫിയറിൽ നടക്കുന്നുണ്ട്. എന്താണ് ഈ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വെച്ചാൽ, ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. നിങ്ങളിപ്പം ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. തിരുവനന്തപുരത്താണോ മൂന്നാറാണോ നമുക്ക് തണുപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ മൂന്നാറാണോ കൊടൈക്കനാലാണോ നമുക്ക് തണുപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്? തിരുവനന്തപുരത്തെ കമ്പയർ ചെയ്യുമ്പോൾ മൂന്നാറിന് കൂടുതലാണ്. മൂന്നാറും കൊടൈക്കനാലോടെ കമ്പയർ ചെയ്യുമ്പോൾ കൊടൈക്കനാലിന് തണുപ്പ് കൂടുതലാണ്. കാരണം എന്താണ്? ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? 1 ഡിഗ്രി സെൽഷ്യസ് വീതം താപനില കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കൊടൈക്കനാൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 2200 മീറ്റർ സീ ലെവലിൽ നിന്ന് കൂടുതലായിട്ട് വരുന്നുണ്ട്. മൂന്നാർ എന്ന് പറയുമ്പോൾ ഏകദേശം 1500 മീറ്ററോളം സീ ലെവലിൽ നിന്ന് കൂടുതലായിട്ടാണ്, അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഉയരം കൂടുത്തോറും എന്ത് സംഭവിക്കുന്നു? താപനില കുറഞ്ഞു വരുന്നു. 165 മീറ്ററിന് 1 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറയുന്നത്. അതുകൂടി ഓർത്തിരുന്നോണം. 165 മീറ്ററിന് എന്ത് സംഭവിക്കുന്നു? 1 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവ് സംഭവിക്കുന്നു. ഇതാണ് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതാണ് ആര് എന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ, അതായത് ട്രോപ്പോസ്ഫിയറിൽ നിന്ന് നമ്മൾ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 50 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നു. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു ഇമേജിൽ കാണിച്ചു തരാം. നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു ചിത്രമായിരുന്നു ഇത്. ഇതിനകത്ത് ഇവിടെ ആരാണ്? താപനിലയാണ് എന്നുള്ളത് പറഞ്ഞല്ലേ. അപ്പൊ ഈ ഓരോ സ്പിയറിലും വരുന്ന താപനില ഒന്ന് നോക്കണം. ഇത് SCRT എന്നുള്ള ചിത്രമാണ്. ചിത്രത്തിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ചോദിക്കാം. PSC അത്രയും ആ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. നോക്കിക്കേ, ട്രോപ്പോസ്ഫിയറിൽ എന്താണ് സംഭവിക്കുന്നത്? ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു? താപനില കുറയുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ അടുത്തൊരു ഭാഗം, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെയാണ് ആരെ കാണുന്നത്? ഓസോൺ പാളിയെ കാണുന്നത്. അതിനാണ് ഈ ഒരു കളർ കൊടുത്തവരെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഓസോൺ പാളി. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഹൈറ്റ് കൂടിയിട്ടും പ്രത്യേകിച്ച് അവിടെ താപനിലയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതിനെയാണ് സമതാപ മേഖല എന്ന് പറഞ്ഞത്. അത് ഓർത്തിരിക്കുക. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഈ താഴെ ഭാഗത്താണ് ഈ സമതാപ മേഖല കാണുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ് മേലോട്ട് പോകുമ്പോൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടി വരുന്നു. ഇങ്ങോട്ടേക്കല്ലേ ടെമ്പറേച്ചർ കൂടുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഓസോൺ പാളി ഇവിടെയാണ് കാണുന്നതും എന്നുള്ളത് ഓർത്തിരിക്കുക. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴെ ഭാഗത്ത് സമതാപ മേഖലയാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാണ് വരുന്നത് എന്നുകൂടി ഓർത്തിരിക്കണം. ഇനി സ്ട്രാറ്റോസ്ഫിയറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടുമാണ് ജെറ്റ് വിമാനങ്ങൾക്ക് ഇവിടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്നത്. ഈ സ്റ്റേറ്റ്മെന്റും ഓർത്തിരുന്നോണം. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കി. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് മീസോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിനെ കുറിച്ചാണ്. മീസോസ്ഫിയറിന്റെ പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ആര് വരുന്നത്? മീസോസ്ഫിയർ വരുന്നത്. ഉയരത്തിനനുസരിച്ച് ഇവിടെ സംഭവിക്കുന്ന എന്താണ്? താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമേജ് ഒന്നുകൂടി നോക്കാം. ഇവിടെ നോക്കിക്കേ, മീസോസ്ഫിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടോ? ഈ കുറഞ്ഞു പോയി എബൌട്ട് എത്ര വരെ പോകുന്നുണ്ട്? -80 വരെയൊക്കെ പോകുന്നുണ്ട്. -80 ഡിഗ്രി സെൽഷ്യസിന് മേലെയൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ തന്നെ ഏറ്റവും താപം കുറഞ്ഞ മേഖല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മീസോസ്ഫിയറിലാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ തെർമോസ്ഫിയർ ആണ്. അവിടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില എന്താണ്? കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ പിന്നെ കുറയുന്നില്ല. പിന്നെ അങ്ങോട്ടേക്ക് താപനില എന്താണ്? കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് ഓർത്തോണം.
മീസോസ്ഫിയറിന്റെ പ്രത്യേകതകൾ നോക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോസ്ഫിയറിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. -80 തൊട്ട് -100 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ കുറഞ്ഞ മേഖലകൾ എവിടെയാണ്? മീസോസ്ഫിയറിലാണുള്ളത്. അതേപോലെ തന്നെ ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഇത് കത്താനായിട്ട് തുടങ്ങും. അങ്ങനെ കത്തി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അടുത്തൊന്നും ഇത് എത്തത്തില്ല. അത്രയ്ക്കും വലുതാണ്. കത്തിയിട്ടും തീരുന്നില്ല. അത് പിന്നെ ഭൂമിയിൽ വന്ന് വീഴാണ്. അത്രയും വലുതാണെങ്കിലൊക്കെയാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ടത്. പല എന്താ പറയാ, നമ്മൾ ഈ മിത്തുകളും പല സംഭവങ്ങളൊക്കെ ഇതുപോലെ കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവര് കത്താനായിട്ട് തുടങ്ങുന്നു. അത് എവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്? മീസോസ്ഫിയറിലേക്ക് കടക്കുമ്പോഴാണ്. മീസോസ്ഫിയറിൽ പ്രവേശിക്കുമ്പോഴത്തേക്കാണ് ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട് ഭൂമിയിൽ നിന്ന്. ആ സമയം കൊണ്ട് 80 കിലോമീറ്റർ ഒക്കെ താണ്ടണ്ട, അതിനു മുന്നേ തന്നെ ഈ സംഭവം കത്തി ചാമ്പലായിട്ടുണ്ടാകും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അന്തരീക്ഷത്തിന്റെ അവസാനത്തെ പാളിയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? തെർമോസ്ഫിയർ. ഇതിൽ തന്നെ ഉയരം കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത്? താപനില ഗണ്യമായി വർദ്ധിച്ചു വരുന്നു. ഉയരം കൂടുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. അത് നമ്മൾ കണ്ടതാണല്ലോ, ആ ഗ്രാഫിക് ഇങ്ങനെ പോകുന്നത്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തെർമോസ്ഫിയർ ഇപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പല റീജിയൻസ് ആയിട്ട് പറയുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, പിന്നെയാണ് ആര് വരുന്നത്? തെർമോസ്ഫിയർ വരുന്നത്. ഇതിന് മേലോട്ടാണ് തെർമോസ്ഫിയർ എന്ന് വിചാരിക്കുക. ഈ 80 കിലോമീറ്റർ തൊട്ട് ഇങ്ങോട്ട് കിടക്കുന്നതിൽ ഇതിന്റെ താഴെ ഭാഗത്തെ ഈ ഒരു റീജിയനിൽ, ഈ ഒരു തെർമോസ്ഫിയർ എന്ന് പറയുന്ന റീജിയന്റെ താഴ്ഭാഗത്തെ നമ്മൾ അയണോസ്ഫിയർ എന്നാണ് പറയുന്നത്. അയണോസ്ഫിയർ എന്നും പിന്നെ ഇതിന് മേലോട്ടുള്ള ഭാഗത്തെ എക്സോസ്ഫിയർ എന്നും പറയും. അതൊന്ന് ഓർത്തിരുന്നോണെ. എക്സോസ്ഫിയർ എന്നും പറയും. അപ്പോൾ എക്സോസ്ഫിയർ ആണ് ശരിക്കും എന്ത് സംഭവിക്കുന്നത്? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് സ്പേസിലേക്കുള്ള ഒരു കവാടം എന്ന് പറയുന്നത് ആരാണ്? എക്സോസ്ഫിയർ ആണ്. ഇവിടെ നിന്നും ഗ്യാസ് എപ്പോഴും എന്താണ്? സ്പേസിലേക്ക് ലീക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാവും. അവിടെ കൃത്യമായിട്ടൊരു ഈ ട്രോപ്പോപോസ് എന്നും സ്ട്രാറ്റോപോസ് എന്നും പറഞ്ഞ പോലെ ഒരു പോസ് സംഭവം വരുന്നില്ല. പകരം എക്സോസ്ഫിയറിൽ നിന്ന് വാതകങ്ങൾ സ്പേസിലേക്ക് ലീക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയണോസ്ഫിയറിലാണ് എന്ത്? റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ അയണോസ്ഫിയർ ഉണ്ടല്ലോ, ഒരു 80 മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഈ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ സൂര്യന്റെ രശ്മികൾ, അതായത് എക്സ്റേസും UV റേസും ഒക്കെ ഇവിടെ വരുന്നത് ഇവിടുത്തെ വാതകത്തെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? അയോണുകളാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ അയോണുകൾ എന്താണ് ചെയ്യുന്നത്? വൈദ്യുതി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണല്ലോ. അയോണുകൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കാൻ സാധിക്കും. അങ്ങനെയാണ് അയോണോസ്ഫിയറിൽ എന്ത് സംഭവിക്കുന്നത്? റേഡിയോ വേവുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം നടക്കുന്നത് എന്തുള്ളത് കൊണ്ടാണ്? അയണോസ്ഫിയർ പ്രസന്റ് ആയതുകൊണ്ടാണ്. ആ കാര്യം കൂടി ഓർത്തിരിക്കാം. ഇങ്ങനെ സൂര്യന്റെ രശ്മികൾ കൊണ്ട് വാതകത്തെ അയോണുകളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ അയോണൈസേഷൻ അല്ലെങ്കിൽ അയോണീകരണം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? അയോണൈസേഷൻ അല്ലെങ്കിൽ അയോണീകരണം എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇനി നിങ്ങൾക്ക് ഇതിന് മുന്നേ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇമേജ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. SCRTയിൽ വേറെ എവിടെയും ടെക്സ്റ്റ് ആയിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഇമേജ് നോക്കിയാൽ മാത്രം നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നോക്കിക്കൊള്ളുക. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ ഈ രീതിയിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷത്തിലെ പ്രതിഭാസങ്ങൾ, ഇടി, മിന്നൽ, മഴ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ട്രോപ്പോസ്ഫിയറിൽ സംഭവിക്കുന്നു. ജെറ്റ് വിമാനങ്ങളും മറ്റുമൊക്കെ പോകുന്നതിനായിട്ട് ഇവിടെ സാധിക്കുന്നു അല്ലെ. എവിടെ? സ്ട്രാറ്റോസ്ഫിയറിൽ സാധിക്കുന്നു. അതേപോലെ തന്നെ അവിടെ എന്തുണ്ട്? ഓസോൺ പാളിയുണ്ട്. അതിനു മേലെ നമ്മൾ വരുമ്പോഴത്തേക്ക് മീസോസ്ഫിയറിൽ എത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഉൽക്കകൾ കത്തി ചാമ്പലാകാൻ തുടങ്ങുന്നത് എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. അടുത്തത് അയണോസ്ഫിയർ എത്തി. അവിടെ എന്താണ് ഈ കാണുന്നത്? ഇതിനെയാണ് നമ്മൾ അറോറ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? അറോറ.
അത് ഓർത്തിരുന്നോണം. ഓക്കെ, നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് എന്നും സദേൺ ലൈറ്റ്സ് എന്നും ഒക്കെ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്, അറോറ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കണ്ടുവരുന്നത്? അയണോസ്ഫിയറിലാണ്. ഇത് ചിത്രത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത് ഈ ഒരു ക്ലാസ് കൊണ്ട് മനസ്സിലാക്കണം. ഓക്കെ, SCRT വായിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വെറുതെ അത് വായിച്ചു വിടുക ഉള്ളതല്ല. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ ബോക്സുകളിലുള്ള സംഭവങ്ങൾ പഠിക്കണം, ചിത്രങ്ങൾ പഠിക്കണം. ഇതെല്ലാം വിശകലനം ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതുകൂടി ഓർക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയുമാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ, സ്ട്രാറ്റോസ്ഫിയർ അറോറ, മീസോസ്ഫിയർ ഓസോൺ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? നിങ്ങൾ തന്നെ വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഉത്തരം ഞാൻ പറയാം, എങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. ട്രോപ്പോസ്ഫിയറിൽ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ നടക്കുന്നു. നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്, ശരിയാണ്. ഇത് കൃത്യമായിട്ട് ആ കൊടുത്തിരിക്കുന്ന SCRT-യിൽ കൊടുത്തിരിക്കുന്ന ഇമേജിനെ ബേസ് ചെയ്ത് മാത്രം ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ റേഡിയോ തരംഗങ്ങൾ, അയണോസ്ഫിയർ അയോണുകളാക്കി മാറ്റുന്നു, അയോണീകരണം നടക്കുന്നു. അയോണുകൾക്ക് എന്താണ് പ്രത്യേകത? റേഡിയോ വേവുകളെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആയതുകൊണ്ട് അവയെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും അയണോസ്ഫിയറിൽ റേഡിയോ തരംഗങ്ങൾ. സ്ട്രാറ്റോസ്ഫിയറിൽ എന്താ ഉള്ളത്? ഓസോൺ പാളിയാ ഉള്ളത്. അറോറയാണോ? അല്ല. അറോറ ഉണ്ടാകുന്നത് എവിടാന്ന് നമ്മൾ പറഞ്ഞു? അയണോസ്ഫിയറിലാണ് എന്നുള്ളത് പറഞ്ഞു, ഓർത്തിരിക്കണം. പിന്നെ മീസോസ്ഫിയറിൽ എന്താ സംഭവിക്കുന്നത്? ഉൽക്കകൾ ഫ്രിക്ഷൻ കാരണം ചാമ്പലാകാൻ തുടങ്ങുന്നതാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോ 3ഉം 4ഉം തെറ്റ്, 1ഉം 2ഉം ശരി. ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഇതുപോലെ മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ. ഇതിന്റെ ഉത്തരം നിങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്തു പോകണം. ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും ഇതിനോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും നമ്മൾ ഇവിടെ കവർ ചെയ്തു പോകുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലുള്ള ഒരു പഠനം തന്നെയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ശരിക്കും പറയും ഇപ്പൊ ഡിഗ്രി ലെവൽ ആണെങ്കിലും KS-നാണെങ്കിലും എല്ലാം ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വേണ്ടുന്ന സോഴ്സുകളിൽ നിന്ന് എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. സോ നമുക്ക് ഈ സീരീസിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ എല്ലാവർക്കും ഈ സീരീസിൽ ഇനി അങ്ങോട്ടും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.